മയിൽസ്വാമി അണ്ണാദുരൈ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഒരു സയൻസ് ആസ്പിരൻ്റ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിരിക്കേണ്ട ഒരു പേരാണ് ഇദ്ദേഹത്തിൻ്റെത്. തമിഴ്നാട്ടിൽ ഒരു ഉൾഗ്രാമത്തിൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാരംഭ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ തമിഴ് മീഡിയത്തിലാണ്. പിന്നീട് സയൻസിൽ അതീവ തൽപരനായിട്ടുള്ള ഇദ്ദേഹം ഗവൺമെൻറ് കോളേജ് ഓഫ് ടെക്നോളജി കോയമ്പത്തൂരിൽ നിന്നും എഞ്ചിനീയറിംഗ് പാസ്സായി. പിന്നീട് PhD കോളേജിൽ നിന്നും ME മാസ്റ്റേഴ്സും പാസ്സായി. അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹം PhDയും കരസ്ഥമാക്കിയിട്ട് 1982 ISROയിൽ ജോയിൻ ചെയ്യുകയാണ്. ഇന്ത്യയുടെ എക്കാലത്തെയും അഭിമാന മിഷനായിട്ടുള്ള നമ്മുടെ ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറായിരുന്നു ഇദ്ദേഹം. പിന്നീട് മംഗൾയാൻ 1ൻ്റെ പ്രോഗ്രാം ഡയറക്ടറായിട്ട് ഇദ്ദേഹം മാറുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും കഠിനാധ്വാനത്തിലൂടെ മാത്രം അദ്ദേഹം സക്സസിൻ്റെ ഏറ്റവും പീക്കിലേക്ക് എത്തിയതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് തോന്നും എനിക്കും ഒരു സയൻറ്റിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ഉള്ളിലുള്ളൊരു ആഗ്രഹമാണ് ISROയിലൊരു സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. ആ ഒരു ഡ്രീം ജോബിലേക്ക് എത്താൻ നമ്മൾ JE അഡ്വാൻസ്ഡ് അല്ലാതെ ഞാൻ അതിനെയല്ല പ്രിപ്പയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇനി സാധിക്കുക? ഈസ് ദർ എനി അതർ ഓപ്ഷൻസ്? തീർച്ചയായിട്ടും ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെയാണ് QAT എക്സാമിനേഷനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. QAT എക്സാമിനേഷൻ എന്ന് പറയുന്നത് ISROയിലേക്കുള്ള ഡയറക്റ്റ് എൻട്രി ആണോ? അല്ല, ഒരിക്കലും അല്ല. പിന്നെയോ നിങ്ങളെ അവിടേക്ക് എത്തിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു എക്സാമാണ് CUET എന്ന് പറയുന്നത്. ISROയിലേക്ക് നമുക്ക് എത്താനുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ അത് IIST എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ടെക്നോളജി എന്ന് പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്തുള്ള വലിയ മലയിലുള്ള ആ ഒരു സ്ഥാപനം. അതാണ് ഏറ്റവും വലിയ ഓപ്ഷൻ. പക്ഷേ അതിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമാണെങ്കിൽ JE അഡ്വാൻസ്ഡ് ആണ് അവരുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇതല്ലാതെയും QATലൂടെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുത്തിട്ട് അവിടെ നിന്ന് ICRB എക്സാമിനേഷൻ നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ പറയുന്ന ISROയിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ BTechന് ശേഷം എങ്ങനെയാണ് ഈ പറയുന്ന ISROയിലേക്ക് നമ്മൾ റിക്രൂട്ട് ആവുന്നതെന്നാണ് ഇനി നോക്കേണ്ടത്. 2 രീതിയിലാണ് മെയിനായിട്ട് അവർ ആളുകളെ എടുക്കുന്നത്. ഒന്നാമത്തത് ICRB എന്ന് പറയുന്ന ഒരു എക്സാമിനേഷനാണ്, റിട്ടൺ എക്സാമിനേഷനാണ്. അതിലുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ BTech എക്സാമിനേഷൻ എഞ്ചിനീയറിംഗിന് നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. അതിൽ അവർ ഓപ്റ്റ് ചെയ്യുന്ന സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രീംസ് ആണ്: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സിവിലാണ്. ഇതുപോലെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. 28 വയസ്സ് ഉള്ള അതുവരെയുള്ള ആളുകൾക്ക് ജനറൽ കാറ്റഗറിയിലും പിന്നെ ഒരു റിസർവേഷനിലുള്ള ആളുകൾക്ക് ഒരു ചെറിയ റിലാക്സേഷൻ ഉണ്ടാക്കും ആസ് പെർ ഗവൺമെൻറ് റൂൾസ്. രണ്ടാമത്തെ പാത്വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ് എക്സാമിനേഷൻ ആണ്. ഗേറ്റിൽ നിങ്ങളുടെ സ്കോറാണ് 50% നോക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ ടെസ്റ്റ് ആയിരിക്കും. ഇതൊരു ഡയറക്റ്റ് ആണ്, റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവില്ല. ഇൻ്റർവ്യൂ ടെസ്റ്റ് ആയിരിക്കും. ബാക്കി 50% നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് BTechന് ശേഷം അതിലേക്ക് എത്താൻ സാധിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് BTechന് നന്നായി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ നല്ല CGPA നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ പറയുന്ന എക്സാംസ് ക്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ പറയുന്ന ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് നമുക്ക് എത്താനും സാധിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് CUET കഴിഞ്ഞു, QAT എക്സാമിനേഷന് ശേഷം നിങ്ങൾക്ക് ഏത് കോളേജുകളാണ് അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു മികച്ച ഓപ്ഷനാണ്. സെക്കൻഡ് വൺ ഇസ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് ബാബാ സാഹേബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഒരു മികച്ച ഓപ്ഷനാണ്. അവിടെ BTech ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഗുരു ഗോബിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി ഇസ് ദേർ. 4 യൂണിവേഴ്സിറ്റീസ് വളരെ ഫേമസ് ആയിട്ടുള്ളതുണ്ട്. ഇനിയുമുണ്ട് ഒരുപാട് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ഒക്കെ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു എലിജിബിലിറ്റി, ഒരു എക്സാമിനേഷനുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ മിനിമം 65% മാർക്കും അതുപോലെ തന്നെ 6.84 CGPA-യുമാണ്. ഓക്കെ, ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടേ ഇരിക്കുക ഈ +2ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ അതിനുശേഷം QAT എക്സാമിനേഷൻ ആണെങ്കിലും QAT എക്സാമിനേഷന് ശേഷമുള്ള ഈ പറയുന്ന എഞ്ചിനീയറിംഗിനാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ഡ്രീം ജോബിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സോ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ആ ഫൈനൽ റോഡ് മാപ്പ് എന്ന് പറയുന്നത്. QAT എക്സാമിനേഷൻ എഴുതുന്നു, ഒരു മികച്ച യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾ BTech കംപ്ലീറ്റ് ചെയ്യുന്നു, ശേഷം നിങ്ങളുടെ സ്കിൽസ് അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്സ് ദെൻ ഗുഡ് CGPA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ISRO റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ഈ പറയുന്ന സയൻറ്റിസ്റ്റായിട്ട് നിങ്ങളുടെ കരിയർ ഏറ്റവും ഉന്നതിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും.